Hello students, welcome back. In this session, we are going to discuss the questions from the chapter Periodic Classification. The first question, the set representing the correct order of first ionization potential is option A, K greater than Na greater than Li. Option B is germanium greater than silicon greater than carbon. Option C, beryllium greater than magnesium greater than calcium. And option D, boron greater than carbon, nitrogen greater than nitrogen. ഓക്കെ, ഇതിൽ ഏതാണ് ഫസ്റ്റ് അയോണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പൊട്ടാഷ്യം, സോഡിയം, ലിഥിയം, ഇറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് മെമ്പേഴ്സാണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് സൈസ് ഇൻക്രീസ് ചെയ്യണം, സൈസ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താവും, അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് പൊട്ടാഷ്യം ഗ്രേറ്റർ ദാൻ സോഡിയം എന്ന് പറഞ്ഞാൽ ശരിയല്ല. Ionization enthalpy of potassium less than sodium, that is less than lithium. So that is not the correct order. Okay, option A is not the answer. And next is germanium, silicon and carbon. Carbon, silicon, germanium, they are also the group members. അപ്പോൾ ഇതിനാണ് സൈസ് കൂടുതൽ. സോ ജെർമേനിയം ലെസ് ദാൻ സിലിക്കൺ ലെസ് ദാൻ കാർബൺ ആണ് വരേണ്ടത്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ സി ഈസ് ബെറിലിയം ഗ്രേറ്റർ ദാൻ മെഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ കാൽഷ്യം. ബെറിലിയം, magnesium and calcium are the group members. Okay, and ഇങ്ങോട്ടേക്ക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ബെറിലിയത്തിനാണ്, ദെൻ മെഗ്നീഷ്യം, ദെൻ കാൽഷ്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ ആണുള്ളത്. ബോറോണിനേക്കാളും ഇവിടെ ബെറിലിയം. ഓക്കെ, ബെറിലിയം, ബോറോൺ ഗ്രേറ്റർ ദാൻ കാർബൺ ഗ്രേറ്റർ ദാൻ നൈട്രജൻ, ദാറ്റ് ഇസ് ഇൻ എ പീരീഡ്. ഓക്കെ, അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്താവും സൈസ്. ഇപ്പോൾ നിങ്ങൾ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതൊരു പീരീഡ്. ഈ പീരീഡിൽ എങ്ങനെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നത്, അയണൈസേഷൻ എൻതാൽപ്പി ഇങ്ങനെ കൂടുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ബോറോൺ ഗ്രേറ്റർ ദാൻ കാർബൺ ഗ്രേറ്റർ ദാൻ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോങ്. ബോറോൺ ലെസ് ദാൻ കാർബൺ ലെസ് ദാൻ നൈട്രജൻ എന്നാണ്. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ സി. ഓക്കെ, next question, question number 2. Which of the following pairs is the radius of the second species? Radius of the second species, ഇവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. സെക്കൻഡ് സ്പീഷീസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ്. സെക്കൻഡിൻ്റെത് ഫസ്റ്റിനേക്കാളും കൂടുതലുള്ളത് ആരൊക്കെയാണെന്ന്. അതിൽ ഓപ്ഷൻ എ, സോഡിയം ആൻഡ് മെഗ്നീഷ്യം ഈസ് ഗിവൺ. സോഡിയം ആൻഡ് മെഗ്നീഷ്യം, ഇതിൻ്റെ ഓർഡർ എന്താ നോക്കിയാൽ മതി. സോഡിയം ആൻഡ് മെഗ്നീഷ്യത്തിൻ്റെ ഓർഡർ എങ്ങനെയാണ് നോക്കിയാൽ മതി. എങ്ങനെയാണ് റേഡിയസ് ആർക്കാണ്, റേഡിയസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ ഫസ്റ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോഡിയം, മെഗ്നീഷ്യം ഒരു പീരീഡിലാണ്, ദേ ആർ ഇൻ ദ സെയിം പീരീഡ്. സോ പീരീഡിൽ എന്താവും, അയണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ സെക്കൻഡ് സ്പീഷീസിന് കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സോ ദിസ് ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്പീഷീസിനാണ് കൂടേണ്ടത്. ആൻഡ് ഓപ്ഷൻ ബി, Ba2+, Ba2+ ആൻഡ് Sr2+, Ba2+ ആൻഡ് Sr2+. ഓക്കെ, അപ്പോൾ ബേരിയം 2+ ഉണ്ട്, സ്ട്രോൺഷ്യം 2+ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയമാണ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ചാർജാണ് 2+. അപ്പോൾ അവരുടെ അയോണുകളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെടുത്താൽ ബേരിയമാണ് ലാർജർ ഇൻ സൈസ്. അപ്പോൾ സെക്കൻഡ് സ്പീഷീസിനല്ല ചെറുത്, സോറി വലുത്. സോ ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ. ആൻഡ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് O2- ആൻഡ് N3-. O2- ആൻഡ് N3-. രണ്ടും എന്താണ്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 2- എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺസ് ഉണ്ട്. നൈട്രജൻ്റെത് 7 ആണ്. 3- എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ദേ ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ദ ആനയോൺ വിത്ത് ഹയർ നെഗറ്റീവ് ചാർജ് ഈസ് ലാർജർ ഇൻ സൈസ് ആൻഡ് ദ കാറ്റയോൺ വിത്ത് ഹയർ പോസിറ്റീവ് ചാർജ് ഈസ് സ്മോളർ ഇൻ സൈസ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ O2-ഉം N3- കൊടുക്കുമ്പോൾ N3- ആണ് ലാർജർ. സോ ദാറ്റ് ഈസ് ആൻസർ. ഓക്കെ, ഇനി ലിഥിയം, ബെറിലിയം കൊടുക്കുമ്പോൾ Li+ഉം Be2+ കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് സൈസ് കുറയുക ചെയ്യാം. സോ ദിസ് ഈസ് ദ ഓർഡർ. അപ്പോൾ ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ എലമെന്റ് വിത്ത് ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഈസ്. ഇവിടെ നമുക്ക് അയണൈസേഷൻ പൊട്ടൻഷ്യൽ, അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ഓർഡറാണ് ചോദിച്ചത്. നമുക്ക് ഗ്രാഫ് അല്ലേ, ഇങ്ങനെ 2 ഡിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതിൽ ഏതൊക്കെ എലമെൻ്റ് ഉണ്ട്? ഇവിടെ നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ബോറോൺ ഉണ്ട്. ഇത്രയും ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരുടെ ഓർഡറാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ
ബോറോണിനേക്കാളും കൂടുതലാണ് കാർബൺ. ഓക്കെ, കാർബണിനേക്കാളും കൂടുതലാണ് ഓക്സിജൻ, ഓക്സിജനേക്കാളും കൂടുതലാണ് നൈട്രജൻ, നൈട്രജനേക്കാളും കൂടുതലാണ് ഫ്ലൂറിൻ. കാരണം ഇവിടെ നൈട്രജനും ഇവിടെ ഓക്സിജനും ഇവിടെ ഫ്ലൂറിനുമാണ്. ഓക്കെ, കാരണം എന്താ, അവിടെ ഒരു ഡിപ്പ് ഉണ്ട് അല്ലേ. നൈട്രജൻ എന്തുകൊണ്ടാണ് ഹയസ്റ്റ് ദാൻ ഓക്സിജൻ വന്നത്? ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷേ വെറുതെ ഓപ്ഷനിലില്ല. അപ്പോൾ അങ്ങോട്ട് കൂടുകയാണ്, അതിൽ ഓക്സിജനേക്കാളും കൂടുതലാണ് നൈട്രജൻ ബിക്കോസ് ഓഫ് ദി 2p3 exactly half filled electronic configuration. So option A. Okay, next question number 4. Amongst Al2O3, SiO2, P2O3, SO2, the correct order of acidic strength. Okay, നമ്മൾ സെക്കൻഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആണ്. ഓക്കെ, അതിൽ തേർഡ് പീരീഡ് എടുക്കുകയാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്. തേർഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ബെറിലിയത്തിൻ്റെ താഴെ മഗ്നീഷ്യം, ബോറോണിൻ്റെ താഴെ അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ഓക്കെ, ഇതിൽ ആരൊക്കെ അലൂമിനിയം ഉണ്ട് ഇവിടെ ഓപ്ഷനിൽ, സിലിക്കണ്ടതുണ്ട്, ഫോസ്ഫറസിൻ്റെ ഉണ്ട്, സൾഫറിൻ്റെതുണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് Al2O3, അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് സിലിക്കണ്ട് ഓക്സൈഡ് SiO2. ഓക്കെ, ഫോസ്ഫറസിൻ്റെ ഓക്സൈഡ് P2O3 ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, സൾഫറിൻ്റെ ഓക്സൈഡ് SO2. നിങ്ങൾക്കറിയാം, ദ ഓക്സൈഡ്സ് ഓഫ് ദി എലമെൻറ്റ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് ദ പീരിയഡിക് ടേബിൾ ആർ ജനറലി ബേസിക് ആൻഡ് ദ ഓക്സൈഡ്സ് ഓഫ് ദി എലമെൻറ്റ് ഇൻ ദ റൈറ്റ് ഓഫ് ദ പീരിയഡിക് ടേബിൾ ആർ ജനറലി acidic, or generally we can say the oxides of pure metals are basic in nature and pure non-metals are acidic in nature, and some having intermediate character, their oxides will be amphoteric or neutral. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലെഫ്റ്റിലുള്ളത് അലൂമിനിയമാണ്, ദെൻ SiO2, P2O3. ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്, പീരിയഡിക് ടേബിളിൽ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളതായിരിക്കും മോസ്റ്റ് ബേസിക്. ഓക്കെ, അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് അയാൾക്ക് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ഏതായിരിക്കും ഓർഡർ? ഇതായിരിക്കും പ്യുവർ അസിഡിക് ആയിട്ടുള്ളത് Al2O3. അംഫോട്രിക് ആണ്, അവിടെ ബേസിക് ക്യാരക്ടർ കൂടുതലാണ്. ബേസിക് ക്യാരക്ടർ കുറഞ്ഞു, അസിഡിക് ക്യാരക്ടർ കൂടി, ബേസിക് ക്യാരക്ടർ കുറഞ്ഞു, അസിഡിക് ക്യാരക്ടർ കൂടി, ബേസിക് ക്യാരക്ടർ കുറഞ്ഞു, അസിഡിക് ക്യാരക്ടർ മാക്സിമം ആയ ആളാണ് SO2, P2O3 ഒക്കെ. സോ വിച്ച് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, പീരിയഡിക് ടേബിളിൻ്റെ എലമെൻസിൻ്റെ സെയിം ഓർഡറാണ്, തേർഡ് പീരീഡ് എലമെൻസ് ആണ് തന്നതെന്ന് മാത്രം. ഓക്കെ, question, which of the following element is most electropositive? Alkali metals are the highest having highest electropositivity and lowest electronegativity, then alkaline earth metals. Periodic table നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയും ഇലക്ട്രോപോസിറ്റിവിറ്റി കുറയുകയും ചെയ്യണം. അപ്പം മോസ്റ്റ് ഇലക്ട്രോപോസിറ്റീവ് എലമെൻറ്റ് ഇതിലേതാണ്? നോ ഡൗട്ട് ദാറ്റ് ഈസ് മെഗ്നീഷ്യം, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്, ആൽക്കലൈൻ എർത്ത് എലമെൻറ്റ്. അവർക്ക് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടുതലാണ്. പകരം അവിടെ സോഡിയം ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ആൻസർ. ഓക്കെ, Eka aluminum and Eka silicon are known as Eka aluminum and Eka silicon. This is from the Mendeleev's periodic table. After the discovery of few elements and after the arrangement of elements as a table, he left some gaps for the undiscovered elements and predicted their properties. Eka in Sanskrit, Eka means one. Okay, Dui means two. Appa Eka aluminum means the first element, one element after aluminum. Adu gallium aanu. And after silicon, that is germanium. Okay, അപ്പോൾ ദ്വി അലൂമിനിയം എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് ആഫ്റ്റർ അലൂമിനിയം എന്നാണ്. ഓക്കെ, അലൂമിനിയം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എലമെൻറ്റ്. ഓക്കെ, ഇത് അലൂമിനിയം കഴിഞ്ഞ് ഫസ്റ്റ് എലമെൻറ്റ്. അത് അന്ന് അങ്ങനെ പേര് കൊടുക്കേണ്ടി വന്നിട്ടില്ല, കാരണം എന്താ, പിന്നെ ഗാലിയം കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് അറിയുമായിരുന്നു. ഏത്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും ചില ഡി ബ്ലോക്കിലൊക്കെ നമ്മൾ ദ്വി എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട്. ദ്വി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ എലമെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എലമെൻറ്റ്. Okay, Ega-Di, മലയാളമായിട്ട് ബന്ധമുണ്ട്. Okay, this is gallium and germanium. Next question, the first ionization energy of oxygen is less than that of nitrogen. Which of the following is a correct reason for this observation? Higher electronegativity of oxygen than nitrogen, it is not the answer. Greater effective nuclear charge of oxygen than nitrogen, no. Lesser atomic size of oxygen than nitrogen, no. എന്തുകൊണ്ടാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് ഓക്സിജൻ നൈട്രജനേക്കാൾ കുറവായത്? ഗ്രേറ്റർ ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഇൻ ദ സെയിം പി ഓർബിറ്റൽ കൗണ്ടർ ബാലൻസസ് ദ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൺ മൂവിങ് ഫ്രം നൈട്രജൻ ടു ഓക്സിജൻ. ഓക്കെ, ദ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഓഫ് ദി ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ്. അതായത് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ആരെക്കാളും കുറവാണ്, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ആണ്. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്, ദാറ്റ് ഈസ് ദ എന്താ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് P3 ഓർബിറ്റൽ എന്നുള്ള ഒരു ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ, ഗ്രേറ്റർ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ് ഇൻ ദ സെയിം പി ഓർബിറ്റൽ. ഓക്കെ, കൗണ്ടർ ബാലൻസസ് ദ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓൺ മൂവിങ് ഫ്രം നൈട്രജൻ ടു ഓക്സിജൻ. നൈട്രജൻ ഓക്സിജനിലേക്ക് പോകുമ്പോൾ
എന്ത് ചെയ്യുന്നുണ്ട്, ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ പി ഓർബിറ്റലിനകത്ത് ഓക്സിജനകത്ത് എന്തുണ്ട്, കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, ആ റിപ്പൽഷനുമായിട്ട് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട് ഏതിൽ, ഓക്സിജനിൽ. അപ്പോൾ എന്താണ്, അയണൈസേഷൻ എനർജി കുറച്ച് കുറവാണ്. അതും ഒരു റീസൺ ആയിട്ട് കാണാം. ഓക്കെ, എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് എന്നുള്ളതിൻ്റെ വേറൊരു എക്സ്പ്ലനേഷനാണത്. ക്ലിയർ? An element X belongs to the 4th period and the 15th group of periodic table. ഇവിടെയൊക്കെ എല്ലാത്തിലും ഇവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. Which one of the following is true regarding the outer electronic configuration of X? It has dash. Okay, half-filled d orbital and half-filled p orbital. 4th പീരീഡിലും 15th ഗ്രൂപ്പിലുമാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ആൻഡ് പി ആൻഡ് ഡി ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ആൻഡ് പി ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ആൻഡ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് ഓർബിറ്റൽ ആൻഡ് പാർഷ്യലി ഫിൽഡ് പി ഓർബിറ്റൽ, പാർഷ്യലി ഫിൽഡ് പി ഓർബിറ്റൽ. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? 4th പീരീഡിൽ 15th ഗ്രൂപ്പ് എന്ന് പറയുന്നത്, 15th ഗ്രൂപ്പ് ഏതാണ്? നൈട്രജൻ. 2nd പീരീഡ് ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ദിസ് ഇസ് 3rd period, 4th period, 5th period, 6th period. Okay, this is 15th group. Actually the element is 4th period, 15th group എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആർസനിക് ആണ്. ഇവിടെയുള്ള എല്ലാവർക്കും NS2 NP3 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ നൈട്രജന് 2s2 2p3, മറ്റേ 3s2 3p3, അടുത്ത 4s2 4p3. അപ്പോൾ NS2 NP3 ആകുമ്പോൾ the answer is completely filled. ഏതാ? completely filled s orbital. S orbital is completely filled and partially filled p orbital. Okay, which is option E ആണ് ആൻസർ. Okay, next question number 9. The electronic configuration of the atom having maximum difference in first and second ionization enthalpies is. ഫസ്റ്റും സെക്കൻഡും അയണൈസേഷൻ എൻതാൽപ്പി തമ്മിൽ ഡിഫറൻസ് ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? ആദ്യത്തത് കൊടുത്തിരിക്കുന്നത് 1s2 2s2 2p6 3s1. ഓക്കെ, നമ്മളത് എടുക്കുകയാണെങ്കിൽ 1s2 2s2 2p6 3s1, 3sലുള്ള ഇലക്ട്രോണെ റിമൂവ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ആ കോൺഫിഗറേഷൻ നിയോണിൻ്റെ കോൺഫിഗറേഷൻ ആയിട്ട് മാറി. അപ്പോൾ പിന്നെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് വലിയ വാല്യൂ ആണ് ഉണ്ടാവുക, ലാർജ് വാല്യൂ, ബിക്കോസ് ദിസ് ഇസ് ഒക്റ്ററ്റ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ പിന്നെ 1s2 2s2 2p, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വലിയ വാല്യൂ ആണ്. പക്ഷേ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് അത്ര വാല്യൂ ആവശ്യമില്ല. കാരണം എന്താ, അവിടെ പിന്നീട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ഈസിയാണ്. ഇത് 2p1 1s2 2s2 നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഒന്നുമില്ല. ഇതിനും നോബൽ ഗ്യാസ് കോൺഫിഗറേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ ബി. ഓക്കെ, അവിടെ ഇവിടെ വലിയൊരു വാല്യൂ വ്യത്യാസം ഉണ്ട് ശരിക്കും ഓപ്ഷൻ ബിയിൽ. കാരണം എന്താ, P3 എന്ന് പറയുന്നതിനെ മാറ്റാൻ വലിയ എനർജി ആവശ്യമുണ്ട്. പിന്നെ P2 ആയി കഴിഞ്ഞാൽ അത്രയും എനർജി ആവശ്യമില്ല. ഇവിടെ P1 നോ ഇഷ്യൂ, റിമൂവ് ചെയ്യാൻ ഈസിയാണ്. 2s എന്ന് റിമൂവ് ചെയ്യാനും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ബട്ട് എന്താണ്, വലിയ ഡിഫറൻസ് ഇല്ല. ഓപ്ഷൻ എ അത്ര ഡിഫറൻസ് ഇല്ല. ബാക്കിയുള്ള ഏത് ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് അത് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷൻ എടുത്തു, ഓപ്ഷൻ ഇ. ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 3s1, സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ 3s2, പിന്നെയാണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അവിടെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയും തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയും തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടാവും. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദാറ്റ്, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റം ഹാവിംഗ് മാക്സിമം ഡിഫറൻസ് ഇൻ സെക്കൻഡ് ആൻഡ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരുന്നെങ്കിൽ ഓപ്ഷൻ ഇ ആയിരുന്നു. അതല്ലാത്തത് കൊണ്ട് അതല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. Question 10. The electronic configuration of 4 elements are given below. Arrange these elements in the correct order of magnitude of their electron affinity. ആർക്കാണ് ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ എന്നുള്ളത്? ഓക്കെ, അപ്പോൾ അവിടെ 2s2 2p5, 3s2 3p5, 2s2 2p4, 3s2 3p4. These are the options. Okay, these are the given electronic configuration. And what are the options? ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഓർഡർ ചെയ്താവുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ആലോചിച്ചു, ഇത് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇതെന്താണ്, ഇത് ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. വാട്ട് ഈസ് ദിസ് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇത് ആരുടേതാണ്, ഇത് സൾഫറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത് ക്ലോറിൻ ആണ്. സോ ഏറ്റവും കൂടുതൽ 2 കൂടുതൽ, 2 ഗ്രേറ്റർ ദാൻ. ഓക്കെ, പിന്നെ ആർക്കാണ് കൂടുതൽ? 2 കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്ലൂറിൻ ആണ്. കാരണം ക്ലോറിനേക്കാളും ചെറിയൊരു വ്യത്യാസമേ ഫ്ലൂറിനുള്ളൂ. 2 ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഗ്രേറ്റർ ദാൻ. പിന്നെ ഓക്സിജനും സൾഫറും കൊടുത്താലോ നമുക്കറിയാം ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ് ബിക്കംസ് മോർ നെഗറ്റീവ് അക്രോസ് എ പീരീഡ് അല്ലേ. എന്ന് വെച്ചാൽ ബെറിലിയം, ബോറോൺ,
കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇങ്ങനെ നോക്കുമ്പോൾ അക്രോസ് എ പീരീഡ് നോ ചേഞ്ച്, യാതൊരു എന്തുമില്ല, ഇറഗുലാരിറ്റിയും ഇല്ല. ഇലക്ട്രോൺ അഫിനിറ്റി അങ്ങോട്ടേക്ക് കൂടുകയാണ്. ഇലക്ട്രോണുകളുടെ അഫിനിറ്റി കൂടുതൽ ഫ്ലൂറിനാണ് അക്രോസ് എ പീരീഡ്. എന്നാൽ ഡൗൺ ദ ഗ്രൂപ്പ് എടുത്തപ്പം ഇവിടെ ക്ലോറിനും ഇവിടെ അതേപോലെ സൾഫറും എടുത്തപ്പം ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി. എന്താ? സൾഫറിനാണ് ഓക്സിജനേക്കാളും കൂടുതൽ, ക്ലോറിനാണ് ഫ്ലൂറിനേക്കാളും കൂടുതൽ. അപ്പോഴും ഓക്സിജനും ഫ്ലൂറിനും കൂടുതൽ ആർക്കാണ് കൂടുതൽ? ഫ്ലൂറിനാണ്. അപ്പോൾ 3s2 3p5 ആൾക്ക് ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ ഈസിയർ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ആഡഡ് ടു ദ ബിഗ്ഗർ എം ഷെൽ. ഇവിടെ എന്താണ്? എൽ ഷെൽ. അപ്പോൾ നമ്മുടെ ഓർഡർ 2 ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, സൾഫർ ഏതാ? 4 ഗ്രേറ്റർ ദാൻ 3, ദറ്റ് ഈസ് ഓക്സിജൻ. ഇങ്ങനെയല്ലേ വരുന്നത്? നോക്ക്. എന്താ? ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ. നിങ്ങൾ നോക്കുക, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ. പിന്നെ ഫ്ലൂറിന് ഓക്സിജനേക്കാളും ഉണ്ട്, ഓക്സിജനേക്കാളും കൂടുതൽ സൾഫറിനുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ സൾഫർ, ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. ദിസ് ഈസ് ദ ഓർഡർ. ഓക്കെ, സോ ആക്ച്വലി ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓർഡർ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സക്സസീവ് അയണൈസേഷൻ എനർജി ഫോർ an element X are given below. First ionization energy 410 kilojoule, second ionization energy 820 kilojoule, third ionization energy 1100 kilojoule 1100, fourth ionization energy 1500 kilojoule per mole, and fifth ionization enthalpy 3200 kilojoule per mole. ആദ്യം 410 820 ഏകദേശം ഡബിൾ ആയി. പിന്നീട് അവിടുന്ന് ഏകദേശം ഒരു 400 കൂടി. ഓക്കെ, 400 അല്ല 300 കൂടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 400 കൂടി. പിന്നെ അവിടെ എന്ത് ചെയ്യാണ്? ഡബിളിനേക്കാളും കൂടുതലാണ്. 1500 ഇൻറ്റു 2 എടുത്താലും 3000 ആവുള്ളൂ. അതിനേക്കാളും കൂടുതലാണ്. എന്ന് വെച്ചാൽ അവരുടെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ആ 4 ഇലക്ട്രോൺസ് കഴിഞ്ഞാൽ പിന്നെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ഏതെങ്കിലും ഒരാളുടെ സക്സസീവ് ആയിട്ട് ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, അത് കഴിഞ്ഞിട്ട് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? ഫോർ എക്സാമ്പിൾ NS2 NP2 എങ്ങനെ ആയിരിക്കാം? ഓക്കെ, ഈ 4 എണ്ണത്തിന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 4 എണ്ണം ഉള്ളത് കൊണ്ട് 4 വരെയുള്ള എനർജി എന്താണ്? നോർമൽ എനർജിയേ ഉള്ളൂ, നോർമൽ ഇൻക്രീസ് ചെയ്യുള്ളൂ. പക്ഷേ 5ാമത്തെ വലുതാണ്, കാരണം നോബിൾ ഗ്യാസ് കോറിൽ നിന്നുമാണ് റിമൂവ് ചെയ്യാൻ. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. നോ ഡൗട്ട് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 4. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ, in which of the following arrangement is the order of according to their property indicated against it? എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തത് ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, മെറ്റാലിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, അതുകൊണ്ട് അത് കറക്റ്റാണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താണ്? ഓക്സിജൻ ലെസ് ദാൻ നൈട്രജൻ ആണ്. സോ അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഇൻകറക്റ്റ്ലി ഗിവൺ, സോ ദാറ്റ് ഈസ് ആൻസർ. അയോഡിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, ഫ്ലൂറിനേക്കാളും കൂടുതൽ ക്ലോറിൻ, കറക്റ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. Al3+, Mg2+, Na+, F-, ionic radius, they are isoelectronic. So with increase in positive charge the radius decreases, and with increase in negative charge the radius increases. So the option is option B. Option B is the answer. Question number 13, which of the following sets of options represents the collection of isoelectronic species? Isoelectronic species ഏത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം. K, പൊട്ടാഷ്യം 19 ആണ് അറ്റോമിക് നമ്പർ. 19 1 പോയാൽ എത്ര? 18 ഇലക്ട്രോൺ. ബട്ട് ഇതിൻ്റെ അത് 20 ആണ്. 20 2 പോയാൽ 18 ആണ്. സ്കാൻഡിയം 21 ആണ്. ഇത് 19. 21 3 പോയാൽ 18. ക്ലോറിൻ 17 ആണ്. ഓക്കെ, 17നോട് 1 കൂട്ടുക, കാരണം ഒരു ഇലക്ട്രോൺ 1 മൈനസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 18. സോ ദിസ് ഈസ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വേറെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹാവ് എ ട്രൈ. Question number 14. Which of the following represents the correct order of increasing ionization enthalpy of calcium, barium, sulfur, selenium and argon? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് പീരീഡിന് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ക്വസ്റ്റ്യനിൽ. ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഓക്കെ, പിന്നെ ഉള്ളത് ആരുടേതാണ്? ഓക്സിജൻ്റെ ഫാമിലിയാണുള്ളത്. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്കെ, ഇത് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്, ദിസ് ഇസ് 16th ഗ്രൂപ്പ് എലമെൻറ്റ്. പിന്നെ 18th ഗ്രൂപ്പിൽ ഹീലിയം, നിയോൺ, ആർഗൺ ഇവിടെയാണ്. സോ ദിസ് ഈസ് സെക്കൻഡ് പീരീഡ്, ദിസ് ഈസ് തേർഡ് പീരീഡിലാണ് ആർഗൺ, ദിസ് ഇസ് 4th പീരീഡ്, ദിസ് ഇസ് 5th പീരീഡ്, ദിസ് ഇസ് 6th പീരീഡ്. ഇങ്ങനെയാണ്
തന്നിരിക്കുന്നത്. അപ്പോൾ എലമെൻസിനെ പല ഗ്രൂപ്പിൽ പല പീരീഡിലൊക്കെ ആകുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ഇതിൽ ഒരു ഡൗട്ടും ഇല്ല, ഈ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർഗണിനാണ്. കാരണം ഇതിന് നോബിൾ ഗ്യാസ് സ്കോർ എന്ന് പറയുമ്പോൾ അത്രയും സ്റ്റെബിലിറ്റിയാണ്, അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആർഗണിന് ഏറ്റവും ഗ്രേറ്റർ ആണെന്നുള്ളത് എല്ലാ ഓപ്ഷനിലും ഉണ്ട്, അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ അയണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കുറവായിരിക്കും. ഇവിടെ കാൽഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്. ബേരിയത്തിനാണ് ഏറ്റവും കുറവ്. ഓക്കെ, അപ്പോൾ ആൻസറായി ഓപ്ഷൻ എ. അപ്പോൾ ബേരിയം ലെസ് ദാൻ കാൽഷ്യം. പിന്നെ അതിനേക്കാളും കൂടുതലാണ് ആർക്ക്? സൾഫറിന്. കാരണം ഇങ്ങോട്ടേക്ക് സൈസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത തേർഡ് പീരീഡിലുമാണ്. ഓക്കെ, ദെൻ സൾഫർ, ദെൻ ആർഗൺ. നൗ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ, ഓപ്ഷൻ എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ following statement regarding the periodic trends of chemical reactivity of alkali metals and the halogens are given. With these statements give the correct picture. അപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസ് ആർ ദ elements which are showing the chemical reactivity by the donation of electron, that is they have metallic character. But halogens are non-metals, they are showing the chemical reactivity by accepting electron. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് ആണെങ്കിലും, ഹാലോജൻ ആവട്ടെ ആൽക്കലി മെറ്റൽ ആവട്ടെ, ആൽക്കലി മെറ്റൽ ആരൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ഇവർക്ക് എന്ത് ക്യാരക്ടറുള്ള? മെറ്റാലിക് ക്യാരക്ടർ. അത് താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ്? ഇൻക്രീസസ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. കാരണം എന്താ? സൈസ് കൂടുകയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ സൈസ് കൂടുക തന്നെയാണ്. ഇവർക്ക് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. ആ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. കാരണം എന്താ? സൈസ് ഇൻക്രീസ് ചെയ്യാണ്. സോ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. നമ്മൾ ട്രെൻഡ് പഠിച്ചതാണ്. അപ്പോൾ ദ കെമിക്കൽ റിയാക്ടിവിറ്റിനെ പറ്റിയുള്ള ഈ ക്വസ്റ്റ്യനിൽ ആൽക്കലി മെറ്റൽസ് ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഇൻ ആൽക്കലി മെറ്റൽ, ശരിയല്ല, ബട്ട് ഇൻക്രീസസ് ഇൻ ഹാലോജൻ. ഇറ്റ്സ് റോങ്. ദ ആൽക്കലി മെറ്റൽ റിയാക്ടിവിറ്റി ഇൻക്രീസസ്, ബട്ട് ഇൻ ഹാലോജൻ ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഡൗൺ ദ ഗ്രൂപ്പ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ കറക്റ്റ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇത് സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലാക്കണം. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാർബൺ ഇസ് ഈക്വൽ ടു 1s2 2s2 2p2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ IIT JEE 1991 ആണ്. ഓക്കെ, JEE ക്വസ്റ്റ്യൻ ആണ്, IIT ക്വസ്റ്റ്യൻ ആണ്. കാർബൺ 1s2 2s2 2p2, നൈട്രജൻ 1s2 2s2 2p3. Okay, and oxygen 1s2 2s2 2p4, and fluorine 1s2 2s2 2p5. അപ്പോൾ ഇവരുടെ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആർക്കാണ് നോക്കണമെങ്കിൽ ആദ്യം ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്തതായിട്ട് നോക്കുക. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഫസ്റ്റ് ഇലക്ട്രോൺ കാർബൺ വിൽ ബിക്കം കാർബൺ പ്ലസ്. ഓക്കെ, ദറ്റ് ഈസ് 1s2 2s2 2p1 ആവും. Okay, nitrogen will become plus. Okay, that is 1s2 2s2. അത് വളരെ വലുതാണത്, 2p2 ആയി. ഓക്കെ, ഓക്സിജൻ പ്ലസ് 1s2 2s2 2p3. അത് വളരെ ചെറുതായിരിക്കും. കാരണം എന്താ? 2p4 നിന്ന് p3 ആവാൻ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആൻഡ് ഫ്ലൂറിൻ പ്ലസ്. ഓക്കെ, 1s2 2s2. ഇതും വളരെ വലുതാണ്. കാരണം ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാനാണ് ഇവർക്ക് ടെൻഡൻസി. അതുകൊണ്ട് വളരെ വലുതാണ് 2p4. ഇപ്പോൾ 2p4 ആയി. ഓക്കെ, ഇനി ഇവർക്ക് രണ്ടാമത്തെ ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി, സെക്കൻഡ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇവിടെ C+, ജനറൽ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെ വരണം? C+നേക്കാളും, അതായത് ഇവിടെ ഇപ്പോൾ P3 കോൺഫിഗറേഷൻ ഓക്സിയലാണുള്ളത്. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. നൈട്രലിനെ പോലെ ഓക്സിയലാണ് ഇപ്പോൾ P3 കോൺഫിഗറേഷൻ ഉള്ളത്, O+ലാണുള്ളത്. നേരത്തെ നൈട്രലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കൂടും. ഇപ്പോൾ ഇവിടെ കാർബണ് നൈട്രലിലേക്ക് വരുമ്പോൾ കാർബൺ കഴിഞ്ഞിട്ട് ആണ് നൈട്രജൻ. അപ്പോൾ എന്ത് ചെയ്യണം? അയണൈസേഷൻ എന്താൽപ്പി ശരിക്കും കൂടണം. അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബണ് കൂടുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? P3 കോൺഫിഗറേഷനുള്ള O+നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്സിജൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, ദെൻ ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ കാരണം എന്താ? സൈസ് അത്രയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കാണ്? നൈട്രജൻ ആണ്. ഓക്കെ, കാരണം എന്താ? കാർബണിനേക്കാളും ചെറുതാണ് നൈട്രജൻ. സി. ഓക്കെ, ഇവിടെ ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. F greater than O greater than N greater than C.
Okay, this is second ionization enthalpy and first ionization enthalpy alla. This is what is we are expected for second ionization enthalpy. പക്ഷേ that is offense. Offense എന്ന് ഓർത്താൽ മതി. സെക്കൻഡ് അയനൈസേഷൻ എന്തൽപി. ഫസ്റ്റ് അയനൈസേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് OFNC ആണ്. എന്തുകൊണ്ട് ഓക്സിജന് കൂടിയത്? സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ്. ഓക്കെ, OFNC is the order of increasing order. Offense എന്ന് ഓർത്താൽ മതി. offense. Okay, that is the order of second ionization enthalpy. Question number 17. 1 mole of magnesium in the vapor state absorbed 1200 kilojoule per mole energy. If the first and second ionization energies of magnesium are 750 kilojoule per mole and mole, it should be mole, okay, and 1450 kilojoule per mole, respectively, the final composition of the mixture is dash. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഇക്വൽ ടു 1 മോൾ. അപ്പോൾ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി 750, സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി 1450. ഓക്കെ, അപ്പോൾ എനർജി ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് വെച്ചാൽ എനർജി റിക്വയർഡ് ടു അയോണൈസ് mg മഗ്നീഷ്യത്തിന് mg പ്ലസ് ആക്കാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി എത്ര വരിക? ΔiH1 ആണ്. ഓക്കെ, അത് ഒരു മോളിന് എന്താ എന്താൽപ്പി? ഒരു മോളിനുള്ളത് ΔH, n മോളിനുള്ളത് n ഇൻറ്റു ΔiH1. ഇവിടെ n 1 മോൾ ആയതുകൊണ്ട് നോ ഇഷ്യൂ. 1 മോൾ അല്ല എങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഇക്വൽ ടു 1 ഇൻറ്റു 750. ഇവിടെ 750. ഓക്കെ, 750 ദാറ്റ്സ് ഇക്വൽ ടു 750 കിലോ ജൂൾ പെർ മോളാണ്. ഓരോ മോളിനും 750 ആണ്. ഇവിടെ ഒരു മോൾ ആയതുകൊണ്ട് അത് മതി. 2 മോൾ ആയിരുന്നെങ്കിൽ ഇൻറ്റു 2 കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്? 1200 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1200 ഉള്ളൂ. അതിൽ 750 എന്തിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ 1450 വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 1450 ഉണ്ടോ എന്നുള്ളത് നോക്കണം. 1450 ആണ് സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി, സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി. പക്ഷെ എത്ര ഉണ്ട് ബാക്കിയെന്ന് നോക്കാം. എനർജി ലെഫ്റ്റ് ഫോർ the removal of second electron സെക്കൻഡ് അയനൈസേഷന് എത്ര ബാക്കിയുണ്ട്? 1200 ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ 750 യൂസ് ചെയ്തു. അപ്പോൾ ബാക്കി 450 കിലോ ജൂൾ പെർ മോളാണുള്ളത്. ഓക്കെ, 450 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ 450 കിലോ ജൂൾ പെർ മോൾ മതി. പക്ഷേ നമുക്കിവിടെ എത്ര ഉണ്ട്? 1450 ഉണ്ട്. അപ്പോൾ 450 കിലോ ജൂൾ ഉണ്ടെങ്കിൽ ഒരു മോള് റിമൂവ് ആവും. ഓക്കെ, 900 കിലോ ജൂൾ കൊടുത്താൽ 450 ഇൻറ്റു 2 മോള് റിമൂവ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്തത്? 450 ഡിവൈഡഡ് ബൈ 900. അപ്പോൾ എത്ര? 2 മോള്. 450 എന്ന് പറയുന്നത് അവിടെ എനർജി ലെഫ്റ്റ്, ഇത് 900 എന്ന് പറയുന്നത് അവിടെ എനർജി അവൈലബിൾ. ഓക്കെ, എനർജി ലെഫ്റ്റ് ആൻഡ് എനർജി ആവശ്യമുള്ളത്. അപ്പോൾ 1450 കിലോ ജൂൾ പെർ മോൾ എനർജിയും ഈ 450യും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ? നിങ്ങൾ നോക്കുക, നന്നായി ശ്രദ്ധിക്കണത് നമ്പർ ഓഫ് മോൾസ് ഓഫ് mg പ്ലസ് അയോണൈസ്ഡ് ടു mg2 പ്ലസ്. mg പ്ലസ് നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. mg2 പ്ലസ് ഇസ് ഇക്വൽ ടു എനർജി ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ ΔiH2. ഈ mg പ്ലസിന് mg2 പ്ലസ് ആക്കുക എന്ന് പറയുന്നതാണ് ഈ ΔiH2. അവിടെ ബാക്കിയുള്ള എനർജിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഇവിടെ പറഞ്ഞതുപോലെ. ആൻഡ് വാട്ട് വി വിൽ ഗെറ്റ്, ഞാൻ ഈ സൈഡിൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ലെഫ്റ്റ് എത്രയാണ്? 450 ഓക്കെ, ഡിവൈഡഡ് ബൈ 1450. ദാറ്റ്സ് ഈക്വൽ ടു 0.30 മോൾ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 0.30, അതായത് നിങ്ങൾ നോക്ക് 450 ഉള്ളൂ ഒരു മോളിന്. പക്ഷെ നമുക്ക് ഒരു മോളിന് 1450 വേണം. ഒരു മോളിന് 1450 വേണം സെക്കൻഡ് അയനൈസേഷൻ എന്തായാലും. പക്ഷെ നമ്മുടെ കയ്യിൽ 450 ഉള്ളൂ. അപ്പോൾ ഒരു മോളിന് റിമൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എത്ര മോളിന് റിമൂവ് ചെയ്യാൻ പറ്റും നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 450 ഡിവൈഡ് ബൈ 1450. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? എത്ര മോളിന് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കിട്ടി. ഓക്കെ,
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, കഴിഞ്ഞിട്ടില്ല പ്രോബ്ലം. Therefore number of moles of Mg plus is equal to number of moles of Mg minus number of moles of Mg2 plus ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? This is number of moles of Mg2 plus ആണ്. That's equal to 1 mole ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു, that is minus 0.31, that's equal to 0.69 mole. Okay, number of moles of Mg2 plus is equal to 0.30. അതല്ലേ number of moles of Mg plus ionized to Mg2 plus, അതാണ് 0.30. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇത് കുറച്ചൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ കമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചർ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് Mg പ്ലസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് Mg പ്ലസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് Mg, ടോട്ടൽ Mgയിൽ എത്ര Mg പ്ലസ് ഉണ്ട്, ഇൻറ്റു 100. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 0.69 divided by 1 mole into 100 is equal to 69%. 69%. അതേപോലെ പെർസെൻറ്റേജ് ഓഫ് Mg2 പ്ലസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് Mg2 പ്ലസ് എത്രയാണ്? 0.30. ഓക്കെ, ഡിവൈഡഡ് ബൈ 0.30 ഡിവൈഡഡ് ബൈ എത്ര? 1 into 100 is equal to 30%. 30%. അപ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ നോക്ക്, 69% ആൻഡ് ഓൾമോസ്റ്റ് 30.31 ഓൾമോസ്റ്റ്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി. 69% ഓഫ് Mg പ്ലസ് ആൻഡ് 31% ഓഫ് Mg2 പ്ലസ്. വാല്യൂസ് മറ്റേ ഓപ്ഷനിലും ഉണ്ട്, പക്ഷെ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് ഡൗൺ ദ ഗ്രൂപ്പ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് ഡൗൺ ദ ഗ്രൂപ്പ് ഈസ് ഡ്യൂ ടു എന്താ? താഴേക്ക് വരുന്നതിനനുസരിച്ച് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ശരിക്കും താഴേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കൂടുന്നുണ്ട് എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ സൈസ് കൂടുന്നുണ്ട്, അതായത് ഷെല്ലുകൾ കൂടുന്നുണ്ട്. ഷെല്ലുകൾ കൂടാനുള്ള കാരണം അതിനനുസരിച്ച് പ്രോട്ടോൺ കൂടുന്നുണ്ട്, ന്യൂട്രോൺ കൂടുന്നുണ്ട്, ഇലക്ട്രോണും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം കൗണ്ടർ ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സൈസ് ഇൻക്രീസ് ചെയ്യണം. താഴേക്ക് പ്രോട്ടോൺ കൂടുന്നുണ്ട്, ന്യൂട്രോൺ കൂടുന്നുണ്ട്, ഇലക്ട്രോൺ കൂടുന്നുണ്ട്. പ്രോട്ടോൺ മാത്രം കൂടിയാൽ സൈസ് കൂടില്ല, ഇലക്ട്രോണും കൂടണം, അതിനോടൊപ്പം ന്യൂട്രോൺ എന്തായാലും കൂടുന്നുണ്ടല്ലോ. സോ ദിസ് ഈസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. മറ്റു ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, സൾഫർ. ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, പിന്നെ ഇവിടെ സൾഫർ ഓക്സിജൻ്റെ ഫാമിലിയിൽ. അപ്പോൾ ഇതാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ അല്ലേ, ദെൻ നൈട്രജൻ ആണ്, പിന്നെ എന്താണ്? ഓക്സിജൻ ആണ്. നൈട്രജൻ ഓക്സിജനേക്കാൾ കൂടുതലാണ്. ശരിക്കും നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നാണ് പീരിയഡിക് ടേബിൾ ഓർഡർ. അപ്പോൾ ഓക്സിജനേക്കാൾ കുറവാണ് ആർക്ക്? സൾഫറിന്. സോ ലോവസ്റ്റ് ആർക്കാ? സൾഫറിനാണ്. ഓക്കെ, ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ സൈസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ സൈസ് ഓഫ് ദ ഫോളോയിങ്: Ca2 പ്ലസ് K പ്ലസ് AR Cl മൈനസ് S2 മൈനസ്. ഈ ആളുകളെയാണ് ഇവിടെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്, 18 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ലാർജസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഉള്ളത് ലാർജർ ഇൻ സൈസ്, ലാർജസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഉള്ളത് സ്മോളർ ഇൻ സൈസ്. ഓപ്ഷൻ സി. നോ നീഡ് ടു ഡിസ്കസ്. ഓക്കെ, ക്ലിയർ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂസ് ഇൻ കിലോ ജൂൾ. ദ ഇലക്ട്രോൺ അഫിനിറ്റി വാല്യൂസ് ഇൻ കിലോ ജൂൾ പെർ മോൾ ഓഫ് 3 ഹാലോജൻസ് X, Y and Z are respectively -349, -333 and -325. അപ്പോൾ ഇതിൽ ലാർജർ നെഗറ്റീവ് ആരാണ്? -349 ആണ്. അതാർക്കായിരിക്കും? ദാറ്റ് ഈസ് ഫോർ ക്ലോറിൻ. പിന്നെ ഉള്ളത് -333, അതാർക്കാ? ഫ്ലൂറിൻ. -325, ദാറ്റ് ഈസ് ഫോർ ബ്രോമിൻ. ഓക്കെ, അത് ഡയറ്റോമിക് ആയിട്ട് കൊടുത്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ക്ലോറിൻ, ദെൻ ഫ്ലൂറിൻ, ദെൻ ബ്രോമിൻ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, വാല്യൂസ് നോക്കിയാൽ മനസ്സിലാവും ആർക്കാണ് കൂടുതൽ നോക്കിയിട്ടാണ്, ആ ഓർഡർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അസൈൻ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 22. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇതെല്ലാം എന്താണ്? നിങ്ങൾ തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കോൺ, ഫോസ്ഫറസ്. ദിസ് ഇസ് ദ ആൻസർ. കാരണം എന്താ? മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കോൺ, ഫോസ്ഫറസ്. അവിടെ ജനറലി എന്ത് ചെയ്യാണ്? അവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബെറിലിയത്തിൻ്റെ താഴെ മഗ്നീഷ്യം, ബോറോൻ്റെ താഴെ അലൂമിനിയം, കാർബണിൻ്റെ താഴെ സിലിക്കൺ, ഇതിൻ്റെ താഴെ ഫോസ്ഫറസ്. ഓക്കെ, അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ബെറിലിയത്തിന് അവിടെ
ബെറിലിയം ബോറോണും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ നൈട്രനും ഓക്സിജനും തമ്മിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ താഴെയുള്ള ആളെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ജനറലി ഇതിൻ്റെ ഓർഡർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആണെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ ബെറിലിയം ബോറോൺ എടുത്താൽ ആർക്കാ കൂടുതൽ? ബോറോൺ ലെസ് ദാൻ ബെറിലിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലൂമിനിയം ലെസ് ദാൻ മെഗ്നീഷ്യം ആണ്. അലൂമിനിയം ലെസ് ദാൻ മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ അലൂമിനിയം ലെസ് ദാൻ മെഗ്നീഷ്യം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താ ജനറൽ ഓർഡറാണ്. പിന്നെ ഇവിടെയാണ് വിഷയം, എവിടെ ഓക്സിജനും നൈട്രജനും തമ്മിലുള്ളതാണ് വിഷയം. എന്ന് വെച്ചാൽ ഇവിടെ ഫോസ്ഫറസും സൾഫറുമാണ് വിഷയം. സിലിക്കോണും ഫോസ്ഫറസും വിഷയമില്ല. അതുകൊണ്ട് ഏതാ ഓപ്ഷൻ? ഫോസ്ഫറസിനാണ് ഏറ്റവും കൂടുതൽ, ദെൻ സിലിക്കൺ, ദെൻ മെഗ്നീഷ്യം, ദെൻ അലൂമിനിയത്തിനാണ് ഇവിടെ ഏറ്റവും കുറവ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. സോ ഓപ്ഷൻ ഡി ഈസ് ആൻസർ, നോട്ട് ഓപ്ഷൻ എ. സെക്കൻഡ് പീരീഡ് നമ്മൾ പഠിച്ചതാണ്. സെയിം തിങ് ഈസ് അപ്ലൈഡ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 23. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ്? NH3, PH3, ASH3, അസിഡിക് ക്യാരക്ടർ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, അയണൈസേഷൻ എൻതാൽപ്പി 1, Al2O3, MgO, Na2O3, K2O, ബേസിക് ക്യാരക്ടർ, Li+, Na+, K+, CS+, അയോണിക് റേഡിയസ്. നിങ്ങൾ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് അസിഡിക് ക്യാരക്ടർ ആൻഡ് ബേസിക് ക്യാരക്ടർ ഓഫ് 15th ഗ്രൂപ്പ്, നിങ്ങൾ പി ബ്ലോക്കിലാണ് പഠിക്കുന്നത്. സാധാരണ രീതിയിൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അസിഡിക് ക്യാരക്ടർ കൂടുക എന്നുള്ളത് കറക്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ആ ട്രെൻഡുകളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ ഇങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? കാരണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറിലിയത്തിനേക്കാളും കൂടുതലല്ല ബോറോൺ, ബെറിലിയത്തിനേക്കാളും കുറവാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ബാക്കിയെല്ലാം ഇത് നോക്ക്, Al2O3, MgO, Na2O, K2O, ഇങ്ങോട്ടേക്ക് ബേസിക് ക്യാരക്ടർ കൂടുന്നു. ഓക്കെ, പൊട്ടാഷ്യം, സോഡിയം, പൊട്ടാഷ്യത്തിൻ്റെ മേലെയാണ് സോഡിയം, മെഗ്നീഷ്യം അടുത്ത പീരീഡിലാണ്, അലൂമിനിയം 13th അയണിക് റേഡിയസ് ഓൾസോ കറക്റ്റാണ്, നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 24. ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 56 ബിലോങ്സ് ടു വിച്ച് ബ്ലോക്ക്? അറ്റോമിക് നമ്പർ 56 എന്ന് പറയുന്നത് ഏത് ബ്ലോക്കിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഹീലിയം, നോബിൾ ഗ്യാസ് എടുക്കുക, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ. ഓക്കെ, 2, 10, 18, 36, 54, 86. ഇത് നമ്മളുടെ സെക്കൻഡ് പീരീഡാണിത്. ദിസ് ഈസ് സെക്കൻഡ് പീരീഡ്. സോറി, ദിസ് ഈസ് ഫസ്റ്റ് പീരീഡ്, ദിസ് ഈസ് സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്, ഫിഫ്ത്ത് പീരീഡ്, സിക്സ്ത് പീരീഡ്, 18th ഗ്രൂപ്പ്. ഓക്കെ, 7th പീരീഡിൽ എന്താ, 86നോട് നമ്മൾ വീണ്ടും 32 കൂട്ടിയാൽ 118 എന്ന് വെച്ചാൽ UUO ആണ്, UUO. ഓക്കെ, അപ്പോൾ ഇവിടെ 56 എന്ന് പറയുമ്പോൾ 5th പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത എസ് ബ്ലോക്കിലേക്ക് വരികയാണ്. അത് ലാസ്റ്റ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ 55 എവിടെ വരും? ആൽക്കലി മെറ്റലിൽ വരും. 56 എവിടെ വരും? ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ വരും. അപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 56 എന്ന് വെച്ചാൽ സെനോണിൻ്റെ കോൺഫിഗറേഷന് ശേഷം ഇത് ഏത് പീരീഡാണ്? 5th പീരീഡ് അല്ല, 6s2 ആണ്. 6th പീരീഡിൽ 6s2. ഓക്കെ, അപ്പോൾ അത് എസ് ബ്ലോക്കാണ്, എസ്സിലാണുള്ളത്. എസ് ബ്ലോക്കാണ്, ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ക്ലിയർ? നെക്സ്റ്റ്, ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ് ആർ. ഇവിടെ ഏറ്റവും കൂടുതൽ നിയോണാണ്, അതെല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ദെൻ അയണൈസേഷൻ പൊട്ടൻഷ്യൽ നമുക്ക് ഓർഡർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ആൻസർ. ക്ലോറിൻ, ഫോസ്ഫറസ്, സൾഫർ, അലൂമിനിയം, മെഗ്നീഷ്യം ഏറ്റവും കുറവുള്ള കാരണം എന്താ? അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡിയോ എയോ ആണെന്നുള്ളത്. മെഗ്നീഷ്യം എവിടെയുള്ളത്? മെഗ്നീഷ്യം ഈസ് ഇൻ ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ, സെക്കൻഡ് പീരീഡ്. പിന്നെ അലൂമിനിയം, ദാറ്റ് ഈസ് 13th ഗ്രൂപ്പ്, 14th ഗ്രൂപ്പ്, 15th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ്, 18th ഗ്രൂപ്പ് ഇങ്ങനെ അങ്ങോട്ട് കൂടുന്നുണ്ട്. അപ്പോൾ എന്താണ്, അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടും ഒബിയസ്ലി. സോ ഓപ്ഷൻ എ ഈസ് ആൻസർ. Next, which of the following is incorrect statement? Is an incorrect statement. The ionization potential of nitrogen is greater than that of oxygen. Correct ആണ്. Okay. The electron affinity of fluorine is greater than that of chlorine. Incorrect ആണ്. So that is the correct option. That is the answer. Okay. Next question, question number 27. The element with the highest electron affinity among halogen. Among halogen മാത്രമല്ല, among the periodic table, all elements, chlorine is the most electron affinity and the most negative electron gain enthalpy. Question number 28. Ionization energy is highest in. Ionization energy എന്ന് ഉദ്ദേശിച്ചത് ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ 3s1, no problem, it is very easy. ഇവിടെ
പിന്നെ ഉള്ളത് 3p4 വെരി ഈസി കാരണം അത് 3p3 ആവും. പിന്നെ ഉള്ളത് 3p3 4p3 അത് രണ്ടും എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഇതിൽ ശരിക്ക് ഈ എലമെൻറ്റിൻ്റെ ഓപ്ഷൻ ബീൻ്റെ താഴെ വരുന്ന എലമെൻ്റ് ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിയോൺ കഴിഞ്ഞിട്ട് 3s2 3p3 ആണ് തേർഡ് പീരീഡ് എലമെൻറ്റ്. ആർഗൺ കഴിഞ്ഞിട്ട് 3d10 കഴിഞ്ഞിട്ട് 4s2 4p3 ആണ് ഫോർത്ത് പീരീഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൈട്രജൻ്റെ ഫാമിലി അവരെല്ലാം നൈട്രജൻ്റെ ഫാമിലിയുള്ള ഫോസ്ഫറസും ആസനിക്കുമാണിത്. ദിസ് ഈസ് ഫോസ്ഫറസ്, ദിസ് ഈസ് ആസനിക്. അപ്പോൾ അങ്ങോട്ട് താഴേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൈസ് കൂടുന്നുണ്ട്. സോ ഇലക്ട്രോൺ റിമൂവൽ ഈസ് ഈസിയർ. അപ്പോൾ അയണൈസേഷൻ എന്താൽപി ഡിക്രീസസ്. സോ അയണൈസേഷൻ എന്താൽപി മാക്സിമം ഇൻ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 9. IE1, IE2 of magnesium are 178 and 348 kilocalorie mole inverse per mole. The energy required for the reaction Mg gives Mg2 plus 2 electron. മഗ്നീഷ്യത്തിന് ആദ്യം എന്താക്കണം, Mg+ ആക്കണം. ആ Mg+നെ Mg2+ ആക്കണം. അതിനാവശ്യമായ എനർജിയാണ് ഇത് അയണൈസേഷൻ എന്താൽപി 1, ഇത് അയണൈസേഷൻ എന്താൽപി 2. അപ്പോൾ Mgനെ Mg2+ ആക്കാൻ അയണൈസേഷൻ എന്താൽപി 1 പ്ലസ് അയണൈസേഷൻ എന്താൽപി 2 എന്ന് വെച്ചാൽ 178 പ്ലസ് 348. Okay, 16, 12 and 526 kilocalorie. Option B. 526 kilocalorie. Option B is the answer. Question number 30. Aqueous solution of two compounds MOH and M-OH have been prepared in two different beakers. If the electronegativity of M is equal to 3.5, electronegativity of M is equal to 3.5 and M dash is equal to 1.72 and oxygen is equal to 3, hydrogen is equal to 2.1, then the solutions are respectively. ആദ്യത്തേത് എന്താണ്, MOH ആണ്, MOH. രണ്ടാമത്തത് M-OH. ഓക്കെ, അപ്പോൾ MOH എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി MOHൽ എങ്ങനെയൊക്കെ വരുന്നത്, MOH ആണ്. എമ്മിൻ്റെത് 3.5, ഓക്സിജൻ്റെത് 3, മറ്റത് 2.1. M-OH എങ്ങനെ വരുന്നത്, M-ൻ്റെത് 1.72, ഓക്സിജൻ്റെ 3, മറ്റത് 2.1. ഓക്കെ, ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറവാണ്, ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് മനസ്സിലാവും, ഇതൊരു നോൺ മെറ്റലാണ്, നോൺ മെറ്റൽ. ഓക്കെ, ഇതെന്താണ്, ദിസ് ഈസ് എ മെറ്റൽ, മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇതിന് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇതിനേക്കാളും കൂടുതലാണ്, ഇതിന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടിയതുകൊണ്ട് ഇതിനായിരിക്കും അസിഡിക് ക്യാരക്ടർ കൂടുതലുണ്ടാവുക, ഇതിനെന്തായിരിക്കും ബേസിക് ക്യാരക്ടർ ആയിരിക്കും കൂടുതലുണ്ടാവുക. സോ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31. An element with atomic number 114 must exhibit properties similar to that of. ഇപ്പം നമുക്ക് 14 ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ 14 ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 10 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് ഗ്രൂപ്പ്. ഓക്കെ, ഏതാത് വരിക, സിലിക്കൺ ആണ്, കാർബൺ സിലിക്കൺ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 13 ആണെങ്കിൽ അതിന് 10 കുറച്ചാൽ 3 കിട്ടും, തേർഡ് പീരീഡ്, അത് അലൂമിനിയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി ബ്ലോക്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ പി ബ്ലോക്കിലുള്ള എലമെൻറ്റ്സ് ആണ് 114 ഒക്കെ വരുന്നെങ്കിൽ അതിൽ നിന്ന് 100 സബ്സ്ട്രാക്ട് ചെയ്താൽ ദാറ്റ് ഈസ് ദ 14th ഗ്രൂപ്പ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതല്ലാണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നോബൽ ഗ്യാസസ് എടുക്കുക, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ 86 ആണ്. അത് കഴിഞ്ഞാൽ എന്താ, UUO ആണ് 118. അപ്പോൾ ഇത് 18ാമത്തെ ഗ്രൂപ്പാണ് UUO ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് 4 എണ്ണം കുറക്കുക, കാരണം 114 ആണ്. അപ്പോൾ അത് 14ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ ഫാമിലി. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ. What is the value of electron gain enthalpy of Na plus if ionization enthalpy of Na is 5.1? Na എന്താക്കുന്നു, Na plus ആക്കുന്നു. ആ Na plus ആക്കാൻ എന്താക്കുന്നു, അയണൈസേഷൻ എൻതാൽപ്പി ΔIH. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്താ, 5.1. ഈ Na പ്ലസിന് ഇലക്ട്രോണ് കിട്ടിയാൽ അപ്പോൾ ഉള്ള എൻതാൽപ്പി ചേഞ്ച് ΔEGH. അപ്പോൾ എത്ര ആയിരിക്കും, -5.1. നമ്മൾ പഠിച്ചിട്ടുണ്ട് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് A മോഡുലസ് ഇസ് ഈക്വൽ ടു എന്താ, ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് A+. A+ന് ഇലക്ട്രോണ് കിട്ടിയാൽ A ആവും.
ഓക്കെ, മോഡുലസ്. അപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ്. സോ മൈനസ് 5.1 ഓപ്ഷൻ എ ഇസ് ആൻസർ. Move to the question number 33. If the electron affinity, EA is electron affinity of chlorine is 3.7 electron volt, 1 gram of chlorine is completely converted into Cl minus ion in gaseous state. Energy released in the process is dash. Electron volt, the value of electron volt in kilocalorie is given. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റി തന്നിട്ടുണ്ട്, പിന്നെ ക്ലോറിൻ കംപ്ലീറ്റ്ലി കൺവേർട്ട് Cl മൈനസ് 1 gram ക്ലോറിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 35.5. ഓക്കെ, നമുക്കിവിടെ 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 23.06 കിലോ കലോറി പെർ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്രയാണെങ്കിൽ നമുക്കിവിടെ പ്രോബ്ലത്തിൽ എത്ര ഇലക്ട്രോൺ വോൾട്ടാണ്? 3.7 ആണ്. Therefore 3.7 electron volt is equal to 3.7 into 23.06 kilocalorie per mole ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മോള് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇത്രയാണ്. കാരണം അല്ലേ, ഇതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് മീൻസ് 1 mole releases 3.7 into 23.06 kilocalorie per mole എന്ന് വെച്ചാൽ 1 mole releases 3.7 into 23.06 kilocalorie എന്നല്ലേ അർത്ഥം? കിലോ കലോറി പെർ മോൾ എന്ന് വെച്ചാൽ 1 mole അത്രയും റിലീസ് ചെയ്യുന്നുണ്ട്. Therefore നമുക്ക് എത്ര മോളാണ് ഉള്ളത്? 1/35.5 mole releases. എത്ര റിലീസ് ചെയ്യുന്നുണ്ട്? ദാറ്റ്സ് ഈക്വൽ ടു 1/35.5 into 3.7 into 23.06. ഓക്കെ, ഓപ്ഷൻ തന്നിട്ടില്ല. ആൻഡ് യു വിൽ ഗെറ്റ്, ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി, ഇവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല. 2.4 കിലോ കലോറി, 2.4 കിലോ കലോറി എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ദിസ് സെഷൻ. നമ്മൾ 33 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അവസാനിക്കുന്നില്ല. യു ഡു മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പ്രാക്ടീസ് വെൽ. താങ്ക് യു.